ചെയ്യൂ ചാർജുകൾ ബാധകം. ഹലോ പ്രൈസ് ലോ പാസ്റ്റർ. ഞാൻ ഇന്നലെ തൊട്ടേ വിളിക്കുന്നുണ്ടായിരുന്നു. ആരായിരുന്നു? ഞാൻ കുണ്ട്രന്ന് വിളിക്കുക, കൊല്ലം കുണ്ട്രന്ന് വിളിക്കുക. പാസ്റ്റർ ഹലോടെ. പേരെന്നായിരുന്നു? എന്റെ പേര് ബിനു കോശി. ബിനു കോശി. ഏത് പള്ളിയിൽ? ഞാൻ ഇവിടെ ചർച്ച് ബോർഡില്. എന്തായിരുന്നു ബിനു? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. എന്ത് പ്രാർത്ഥനയാണ്? വിഷയം ഏതാണ്? വിഷയമല്ല, അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. വിഷയമില്ലാതെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഇവിടെ നാട്ടില് ബിസിനസ് നടത്തുവാണ്. ബിസിനസിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതല്ലേ ബിസിനസ് ഇപ്പൊ പരാജയത്തിലാണോ അതോ വല്ലോ? പരാജയത്തിലെന്ന് പറഞ്ഞാ ഇപ്പം വർക്കുകളൊക്കെ കുറവാ. എന്ത് ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത് ബിനു? ഞാൻ ഇവിടെ കോൺട്രാക്ടിങ്. പാസ്റ്റർ സ്ഥലം എവിടെയാ? കോട്ടയത്താ? ഏത് ചർച്ചാ? എന്റെ ഇൻഡിപെൻഡന്റ് ചർച്ച. ഇൻഡിപെൻഡന്റ് ചർച്ചാണോ? അതെ, സെഹിയോൻ ചർച്ച്. ഓക്കെ. എന്ത് പാസ്റ്റർ പേരെന്തോ? പേര് മനു. മനു. ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുമോ പാസ്റ്റർ? പിന്നെ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കാനൊന്നും എന്താ കുഴപ്പം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമകന്റെ ചില നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന തടസ്സങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റണമേ കർത്താവ്. പൈശാചിക പോരിനെ വിടുവിക്കണമേ കർത്താവെ. നന്മയെ തടയുന്ന കടങ്കൽ പാറകളെ കർത്താവ് എടുത്തു മാറ്റണമേ കർത്താവ്. അത്ഭുതം ചെയ്യണമേ കർത്താവ്. കർത്താവ്, ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ പ്രിയമകന്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിറങ്ങി വ്യാപരിച്ച് കർത്താവ് ഒരു അത്ഭുതം അവിടെ കാണിക്കണമേ കർത്താവ്. എല്ലാ തടസ്സങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു കർത്താവ്. ശന്തൽ പ്രൗഢന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ്. ബിസിനസ് ഉയരട്ടെ, നന്മ വെളിപ്പെടട്ടെ, ബിസിനസ് നടക്കട്ടെ, മൂവാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. ചില അനുഭവങ്ങൾ ദൈവം കൊടുത്ത് വിളിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നേരിൽ കണ്ട് പ്രാർത്ഥിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ. ആമേൻ. കോട്ടയത്തേക്ക് നേരിട്ട് വരാൻ പറ്റുമോ? ഇടയ്ക്ക് ഇറങ്ങാം. ഒന്ന് വിളിച്ചിട്ട് പോന്നോളൂ. വരുന്നതിന് 2 ദിവസം മുമ്പ് ഒന്ന് വിളിച്ച് പറയണം കേട്ടോ. ഒരു വീട്ടിലൊരു പ്രാർത്ഥന നടത്തിയ പാസ്റ്റർക്ക് വരാൻ പറ്റൂ? തീർച്ചയായിട്ടും വരാം. അത് സഭയായിട്ട് വെക്കുവോ അല്ലാതെ പേഴ്സണലായിട്ട് വെക്കുവോ ചെയ്താൽ, കാരണം ചില തടസ്സങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാനത് അങ്ങോട്ട് പറയായിരുന്നു, പക്ഷെ അത് ആവശ്യപ്പെടാതെ എങ്ങനെ ഞാൻ പറയുന്നത് വിചാരിച്ചില്ല കേട്ടോ. തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ നമ്മൾ ഫോണിലൂടെ കാര്യങ്ങളെല്ലാം പറയത്തില്ല കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ വന്നതേ ഉള്ളൂ, എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ. വീട്ടിലെല്ലാവരും വിശ്വാസത്തിലാണോ? അല്ലല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. വീട്ടില് ഒരു പ്രാർത്ഥന സാധാരണ നിങ്ങളുടെ സഭയുടെ പ്രാർത്ഥന വെക്കാറുണ്ടോ? എങ്ങനെ? സഭയുടെ പ്രാർത്ഥന വീട്ടിൽ വെക്കാറുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പ്രാർത്ഥന വെച്ചിട്ട് വരുമെന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഒറ്റയ്ക്ക് വെക്കാൻ. അതല്ല, വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേഴ്സണലി പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ഇരുന്ന് പേഴ്സണലി പ്രാർത്ഥിക്കാം, അതിന് തടസ്സമൊന്നുമില്ല. എന്തോ തടസ്സം എന്തോന്നും മനസ്സിലായോ? അല്ലെന്നേ, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് വീട്ടുകാർക്ക് എതിരുണ്ടോന്ന്? വീട്ടുകാർക്ക് എതിര് ഉണ്ടാവും, അത് കുഴപ്പമില്ല, അത് നമുക്ക് പറഞ്ഞ് എതിർപ്പൊക്കെ മാറ്റാം. ഹലോ, പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ പോലെ വിഷയം ഉണ്ടാക്കോ? അപ്പം കുടിയും കാര്യങ്ങളും ഒക്കെയാ. ഒരാളെ 2 പേരെ വെട്ടിയതൊക്കെയാ. വെട്ടിയതാണോ? അത് ശരി. ഓക്കെ. ഭാഷക്ക് പേടിയുണ്ടോ? എനിക്കെന്നാ പേടി? ചേട്ടന് ആള് ഫ്രോഡാ. ചേട്ടനോ? എന്നാ പരിപാടി ചേട്ടന്? ചേട്ടൻ 2 കേസിൽ പ്രതിയൊക്കെയാ. പുള്ളി ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങി വീട്ടിലുണ്ട്. എന്ത് കേസാണ് ഉണ്ടായത്? എന്ത് കേസാണ് ഉണ്ടായത്? അതും ഇത് കണക്കുള്ള പ്രശ്നങ്ങളാ. അപ്പൊ മൊത്തത്തിൽ ഒരു ഇതാണ് അവരല്ലേ? അമ്മയില്ലേ? അമ്മയുണ്ട്. അമ്മ ഇതൊന്നും അവരെ ഉപദേശിച്ച് നിർത്തത്തില്ലേ?
ഓ, എന്താ പറയാനാ, പാസ്റ്റർക്ക് പേടിയുണ്ടോ ഇവിടെ വരുമ്പോ? അവര് ഉപദ്രവിക്കാനും ചെയ്യും ചിലപ്പോ. ആണോ? ആ, ഇന്നാള് ഞാൻ ഇങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് വന്ന് ഒരു തലയൊക്കെ അടിച്ചു പൊട്ടിച്ചായിരുന്നു. പാസ്റ്റർമാരുടെയോ? ആ, അത് ശരി. ഓക്കെ, അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് വരുമ്പോഴായിരിക്കും അവരെ അടിക്കുന്നത്. പാസ്റ്റർ ഹെൽമെറ്റ് ഇട്ടോണ്ട് വന്നാൽ മതി, അന്നേരം തല ഹെൽമെറ്റ് കൊള്ളത്തല്ലേ ഉള്ളു, തലേ കൊള്ളത്തില്ല. എന്നെ അവരടിക്കത്തില്ല. എന്നെ അവര് അടിക്കാൻ ഒരുങ്ങിയാൽ ആ കൈ അന്നേരം ബ്രേക്ക് ആയിട്ടു. പൊക്കുന്ന കൈ അവിടെ നിക്കത്തേ ഉള്ളു, പിന്നെ താഴോട്ട് താഴില്ല. പിന്നെ എന്നോട് ചോദിക്കണം താഴെങ്കിൽ. മാജിക്കൊക്കെ അറിയോ? മാജിക്ക് അറിയോ? തീർച്ചയായിട്ടും. ആണോ? ആ, ഞാനും ഇങ്ങനെ മാജിക്കൊക്കെ പഠിക്കണം എന്നൊരു ആഗ്രഹത്തില ഇങ്ങനെ ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങിയതേ. ഈ ചർച്ച് ഓഫ് ഗോഡിലും പെന്തക്കോസിലൊക്കെ വന്നതേ. ഞാന് ഈ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, ഇൻഡിപെൻഡന്റ് പാസ്റ്റർ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുക. അത് ശരി. ഓക്കെ ഓക്കെ. എന്റെ കൂടെ ഞാൻ അങ്ങനെ ആരെയും കൂട്ടുന്നില്ല കേട്ടോ. എന്നെ കുറച്ച് മാജിക്കൊക്കെ പഠിപ്പിക്കുവോ? ഇല്ല, നമ്മളങ്ങനെ ആരെയും കൂട്ടുന്നില്ല കേട്ടോ. പൈസയൊക്കെ തരാം. വേണ്ട, പൈസ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. വേണ്ട, പൈസ ഒന്നും വേണ്ട. മാജിക്ക് പഠിപ്പിക്കുവോ പ്ലീസ്? പൈസ ഒന്നും വേണ്ട കേട്ടോ. ഈ പ്രാർത്ഥന നടത്തും എന്നൊക്കെ പറഞ്ഞ് പേപ്പറിനകത്തൊക്കെ കണ്ട്, അതുകൊണ്ട് വിളിച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ പുള്ളിയെ കണ്ടാന്ന് മനസ്സിലായി, അതുകൊണ്ട് വിളിച്ചതാ. അത് ശരി. ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണോ? ഏത്? ഇങ്ങനെ പേപ്പറിനകത്തൊക്കെ അഡ്വർടൈസിങ് കൊടുത്ത് വിളിക്കുന്നവരെ വീട്ടിലോട്ട് വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക, ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമുള്ള പരിപാടിയല്ലേ? എനിക്കെന്താ ജോലി നിനക്കറിയോ? എന്തോ? എന്റെ ജോലി എന്നാന്ന് നിനക്കറിയോ? ഇയാൾക്ക് എന്ത് ജോലിയാണെങ്കിൽ എനിക്കെന്തുവാ? ഇയാൾക്ക് പിന്നെ എന്താണ് ഇയാൾക്ക് വേണ്ടിയത്? ഇങ്ങനെ താങ്കൾ പേപ്പറിനകത്ത് പരസ്യം കൊടുത്തേക്കുന്ന പ്രവചന ശുശ്രൂഷയുണ്ട്, ഒരു പ്രവാചകനും അങ്ങനെ കൊടുക്കാറില്ല. അതെന്താടാ അങ്ങനെ കൊടുക്കാത്തത്? അങ്ങനെ കൊടുക്കുന്നത് തെറ്റല്ലേ? എന്ത് തെറ്റാണ്? നിനക്കെന്താണ്? നിനക്കെന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ യേശു ക്രിസ്തുവിന്റെ പേരും പറഞ്ഞോണ്ടല്ലേ നീ കാണിക്കുന്നത്? നിന്റെ കുടുംബസ്വത്താണോടാ? ആണ്, എന്റെ രക്ഷകനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. കാൽവറി ക്രൂശിൽ അവന്റെ ജീവിതം. അത് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലേ നീ പേപ്പറിനകത്തെല്ലാം പരസ്യം കാണിച്ചിട്ട് നീ കണ്ടിട്ടുണ്ടോ? അതാ എന്റെ ചോദ്യം. നിന്നെ പോലുള്ള പക്കാ ബെന്തിക്കോസുകാർ, ഇവിടുത്തെ പാവപ്പെട്ടവനെ വഞ്ചിക്കാൻ നടക്കുന്നല്ലേ ഇവിടുത്തെ ബെന്തിക്കോസുകാര്, കള്ളന്മാര്, പക്കാ ഫ്രോഡുകള്. നീ ആരാണ് ഈ പാവപ്പെട്ടവനെ ദളിതനെ വഞ്ചിക്കാൻ നടക്കുന്നുണ്ടോ ഇവിടുത്തെ ബെന്തിക്കോസുകാര്? ആരാണ് മതം മാറ്റുന്നത്? നിങ്ങൾക്ക് മതം മാറ്റിയല്ലേ? നിങ്ങൾക്ക് മതം മാറ്റിയതിന്റെ കാലും കൈയും വിട്ട് തൂരക്കളെ ഞങ്ങള് പറഞ്ഞു. മനസ്സിലായല്ലോ? ഞാനവിടെ ഇവിടുത്തെ RSSകാരനാടാ. നിനക്കെന്നെ RSSകാരനാണെങ്കിൽ വീട്ടിൽ ഇരിക്കട്ടെ. ഒരു വീട്ടിലും ഇരിക്കത്തില്ല. നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് നിന്റെ കാലും കൈയും വെട്ടി നിന്റെ ബെന്തിക്കോസിന്റെ പരിപാടി നിർത്തിക്കോണം കേട്ടോടാ. നിനക്ക് അറിയത്തില്ല. നീ പോടാ. നീ വലിയ പ്രവാചകനാ. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാ നീ അങ്ങ് മാറ്റിത്തരാൻ തടസ്സങ്ങളെല്ലാം. നീ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? നീ ഇതാണോ നിന്റെ ശുശ്രൂഷ? ഏത് പ്രാർത്ഥിക്കുന്നു? ആരാ പ്രാർത്ഥിക്കുന്നു? ഇതാണോ നിന്റെ ശുശ്രൂഷ? നിനക്കിട്ട് നീ എനിക്കിട്ട് എന്നാ ഒലത്തും? ഇതാണോ നിന്റെ ശുശ്രൂഷ? അവന്റെ നമ്പർ സൈബർ സെല്ലിൽ കൊടുക്കാം. അവന്റെ നമ്പർ സൈബറിൽ കൊടുത്ത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ BCCയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനൊക്കെ ഞാൻ വിളിച്ചോളാം. എന്റെ പൊന്നു മോനെ, നീ ആരാന്നും പറഞ്ഞ ഞാൻ ആരാന്നും പറഞ്ഞ നീ കളിക്കുന്നത്? എന്താ നിന്നെ വിളിക്കണമെങ്കിൽ ഞാൻ ആരാന്ന് നീ ഒന്ന് ഊഹിച്ചു നോക്ക്. എന്നെ വിളിക്കണോ? നീ ആരുമല്ല, നീ വെറും വട്ടപൂജ്യമാണ്. വട്ടപൂജ്യമാണോ വിക്സികറാണോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാടാ നിന്റെ ശുശ്രൂഷ. വെച്ചിട്ട് പോ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാമോ? വരാം ഞാൻ.
ഞാൻ വരാം. വരാം. ആ ശരി, ആ വരാം. ഞാൻ പറഞ്ഞ സ്പോട്ടിൽ നീ വാ. ആ നീ ഞാൻ